ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഇതാണ് പ്രശ്നം. കുണ്ടന്മാരുടെ സംഘടന കർണാടകയിൽ ബാൻ ചെയ്യണം എന്നാണ് കർണാടക സർക്കാരിന്റെ പുതിയ തീരുമാനം. ഈ കുണ്ടന്മാരുടെ സംഘടന നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. RSS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം RSSൽ നടക്കുന്നത് കുണ്ടപ്രവർത്തികളാണെന്നുള്ളത് വ്യക്തമായിട്ട് പണ്ടും പല അലിഗേഷൻസും വന്നിരുന്നു. RSS നേതാക്കൾ വരെ ആ അലിഗേഷൻസ് മുന്നോട്ട് പറഞ്ഞിരുന്നു. അതൊന്നും പോരാത്തതിന് ഈ പറഞ്ഞ RSSലെ കുണ്ടന്മാരെ കൊണ്ട് ഒരാൾ സ്വയം ജീവൻ ഒടുക്കുക വരെ ചെയ്തു അല്ലേ. അനന്തു അജിയുടെ വീഡിയോ നമ്മൾ 1-2 ചെയ്തിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കൊക്കെ മുമ്പ്. ചില മറ്റ് യൂട്യൂബേഴ്സും ചെയ്തത് കണ്ടു. ഇന്നിപ്പം കോൺഗ്രസിൻ്റെ തന്നെ എന്താ പറയുക പല നേതാക്കളും അതല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഒരു ഭാഗങ്ങളിലല്ല കേട്ടോ, ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയിലും കൊൽക്കത്തയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കുണ്ടൻ സംഘടനക്കെതിരെ ആൾക്കാർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പോലീസിൻ്റെ ലാത്തിച്ചാർജൊക്കെ നടന്നിരുന്നു. പവൻകേര കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ ഡീറ്റെയിൽസ് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് പലരും ഈ വിവരങ്ങൾ അറിയുന്നതും പല മറ്റ് എന്താ പറയുക പ്രതിപക്ഷ സംഘടനകളും മുന്നോട്ട് വരുന്നതും ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയതും. अनेक ऐसे लोग थे RSS के जो उसका उत्पीड़न करते थे और अनेक बच्चों का उत्पीड़न करते. कोई एक आनंदू अजी की बात नहीं है. आनंदू अजी के मुताबिक अनेक बच्चों के साथ ये OTC कैंप्स जो इनके होते हैं, ट्रेनिंग के कैंप्स होते हैं, उसमें शारीरिक उत्पीड़न होता है. और ये पहली बार हम नहीं सुन रहे हैं. 2013 में मध्य प्रदेश के शिक्षा मंत्री का एक प्रकरण बहुत प्रचलित हुआ था. तब भी ये आवाज उठी थी कि साहब ये शाखा में हो क्या रहा है, ये RSS के अंदर ये सड़ांध जो है, जो बदबू है, वो कितनी गहरी है. ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാർത്തകളും ഈ പറഞ്ഞ ആള് അനന്തുയുടെ എന്താ പറയുക 15ഓളം പേജുകൾ വരുന്ന ആത്മഹത്യാ കുറിപ്പും ഒക്കെ പോലീസ് കണ്ടെടുത്തു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിൽ RSS പച്ചയ്ക്ക് ഒരാളുടെ മരണമൊഴിയിൽ എഴുതി വെച്ചത് അത് കംപ്ലീറ്റ്ലി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം അല്ലേ. അതിന് പകരം സ്വാഭാവികമല്ലാത്ത മരണം എന്നുള്ള രീതിയിൽ കേസ് എഴുതി. പ്രതി ചേർക്കാനൊന്നും പറ്റില്ല. കാരണം RSS എന്നിട്ട് കഴിഞ്ഞാൽ RSSന് പ്രത്യേകിച്ച് മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള RSSകാർ തന്നെ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വയം സേവക സംഘടന. നിങ്ങളുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? 10-40 ലക്ഷം ആൾക്കാരുണ്ട്. മെമ്പർഷിപ്പ് ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ലോകത്തിലെ മോഹൻദാസ് താങ്കൾ ഇപ്പൊ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS. നോക്കൂ ടി മോഹൻദാസ്, ഒറ്റ ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടന? ഞങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെ എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന്? എന്ന് വിദേശ രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ ആരോ എന്തോ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുകയാണ്. നോക്ക് ടി മോഹൻദാസ്, RSSന്റെ അംഗത്വം എങ്ങനെയാണ് എടുക്കുന്നത്? RSSൽ എത്ര അംഗങ്ങളുണ്ട്? ഒന്നും വിഷയമല്ല. ലോകത്തിൽ ഇന്ന് നാഷണൽ വോളണ്ടിയർ കോർ എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന RSS ആണ് ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. അംഗങ്ങളുടെ ശേഷിയിലാണെങ്കിലും സ്വാധീനത്തിലാണെങ്കിലും എത്ര ശേഷി? എണ്ണം അപ്രസക്തമാണ്. ഞാനിപ്പോ 10 കോടി എന്ന് പറയുന്നു. എന്ത് ചെയ്യുന്നു? അല്ല, 10 കോടി ഒരു കണക്ക് കാണിച്ചു തരണം. RSS പ്രവർത്തിക്കുന്നത് പോലും അർദ്ധസൈനിക സംഘടനയായിട്ടാണ്, പലപ്പോഴും രഹസ്യമായിട്ടാണ്. നിങ്ങൾ പലതും ചെയ്യുന്നു. പക്ഷെ RSSന്റെ പ്രവർത്തനം എവിടെയാണ്? എത്ര പേരുണ്ട്? എങ്ങനെയാണ് RSSലെ അംഗത്വം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള ബാധ്യത ഏറ്റവും വലിയ സംഘടനയാണ് RSS എന്ന് പറയുന്ന ടി മോഹൻദാസ് താങ്കൾക്കില്ലേ? മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഈ കാവിക്കോണകും കുറുവടിയും വെച്ചിട്ട് ആര് നടന്നു കഴിഞ്ഞാൽ തലയിൽ കറുത തൊപ്പിയിട്ട് കഴിഞ്ഞാൽ ഓൻ RSSകാരനാണ്. പിന്നെ മുസ്ലിങ്ങളെ കുറച്ച് ദേഷ്യം വേണം, മുസ്ലിങ്ങളെ 4 തെറി വിളിക്കണം, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇമാതിരി കുത്തിത്തിരി പരിപാടികളുണ്ടെങ്കിൽ പങ്കെടുക്കണം. പിന്നെ ഇടക്കിടക്ക് ഈ പറഞ്ഞ സ്കൂൾ ഗ്രൗണ്ടുകളിലും അമ്പലപ്പറമ്പുകളിലും പോയിരുന്നിട്ട് നമ്മൾ കുറുവടി പ്രയോഗങ്ങൾ നടത്തും. കൂട്ടത്തിൽ നമ്മൾ കുണ്ടനടി അടിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് RSS എന്നാണ് RSSകാർ തന്നെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഘടന ഇത്തരത്തിലാണ് ഈ പറഞ്ഞ അവരുടെ സംഘത്തിലോട്ട് എത്തുന്ന പിള്ളേരെ ചെയ്യുന്നതെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു സംഘടന എന്തിനാണ് പിള്ളേർക്ക് ഒരു സേഫ്റ്റി കൊടുക്കാണ്ട് ഇത്രയും വൾഗറായിട്ടുള്ളൊരു സംഘടന എന്തിനു കൊണ്ട് നടക്കുന്നത് എന്നാണ് കർണാടകയിൽ ഒരു ചോദ്യം വന്നത്. ആരുമല്ല ചോദിച്ചത്, പ്രിയങ്ക് ഖാർഗാണ് ചോദിച്ചത്. പ്രിയങ്ക് ഖാർഗ അവിടുത്തെ കർണാടകയിലെ ഒരു മിനിസ്റ്ററാണ്, നമ്മുടെ മല്ലികാർജുൻ ഖാർഗയുടെ മകനാണ്. അപ്പം പുള്ളി ഒന്നുമില്ല, ഒരു ലെറ്റർ അങ്ങോട്ട് എഴുതി കൊടുത്തു. നമ്മുടെ CMന് സിദ്ധരാമയ്ക്ക് ലെറ്റർ കൊടുത്തു.
ഇങ്ങനെ കുണ്ടന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കില്ല. കുണ്ടന്മാർ പാവപ്പെട്ട മനുഷ്യന്മാരെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് അബ്യൂസ് ചെയ്തു നടക്കുന്ന ഈ വക ഒരു വൾഗർ പാർട്ടിനെ അല്ലെങ്കിൽ പേരും കൂലിയൊന്നും ഇല്ലാത്ത ഈ ഒരു പാർട്ടിനെ നമ്മുടെ നാട്ടിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ അതിൽ അമ്പലപ്പറമ്പുകളിലൊക്കെ ഇവന്മാരുടെ കുറുവടി പ്രയോഗം ഇനി വേണ്ട. അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തോളാം. വേണമെങ്കിൽ സ്വന്തം വീട്ടിലിരുന്ന് കൊണ്ടുവന്നടിച്ചോട്ടെ, അവിടെ ഉണ്ടാവില്ല. വീട്ടിൽ ആ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെ RSS പ്രവർത്തകർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരടിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചോളൂ. നിങ്ങളിങ്ങനെ ഗ്രൗണ്ടിലോട്ട് വന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തോട്ട് വന്ന് അല്ല അമ്പലപ്പറമ്പിലോട്ട് വന്ന് അവിടേക്ക് പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടി നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ലെറ്റർ നേരെ സിദ്ധരാമയ്യയുടെ കയ്യിലെത്തി. അത് പരിഗണനയിൽ ഈ ഗവൺമെൻറ് വെക്കുകയും ചെയ്തു. ഇത് കണ്ട് ഹാലിളകി സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല RSS ഗുണ്ടന്മാരും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഗുണ്ടനടിക്കണം, അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ബാൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്നും പറഞ്ഞ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പല ഈ RSS ഗുണ്ടന്മാരും വന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഗുണ്ടനടിക്കണം, ഞങ്ങൾക്ക് ഗ്രൗണ്ടുകൾ വേണം, ഞങ്ങൾ ഇത് തന്നെ ചെയ്യും, ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞങ്ങൾ അവരൊക്കെ തീർക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും മറ്റു പല പത്രസമ്മേളനം വിളിച്ചിട്ടില്ലേ. എങ്ങനെ ഈ ഗുണ്ടന്മാരൊക്കെ വന്നിട്ടില്ലേ ഇങ്ങനെ വരുന്നിരിക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആരും പത്രസമ്മേളനവും കാര്യമൊന്നും വിളിച്ചിട്ടില്ല. കുറച്ച് ഗുണ്ട ചാനലുകൾ വന്നിട്ട് ഗുണ്ടന്മാരിരുന്നിട്ട് പണ്ട് ശാഖയിൽ പോയിട്ടുള്ള ഗുണ്ട സുഖങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഗുണ്ടന്മാരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ പക്ഷേ ഗവൺമെൻറ് അവരുടെ എന്താ പറയുക ഓക്കെ നീക്കുപോക്കുകളിലോട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പരിഗണനയിലോട്ട് ഈ പറഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മൂത്തിരിക്കുന്ന എല്ലാ ഗുണ്ടന്മാരും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. നമ്മുടെ കർണാടക മാത്രമല്ല കേട്ടോ, നമ്മൾ RSSൻ്റെ വഴി BJP ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അല്ലേ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘടന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടന അല്ല, അതിൻ്റെ പാരൻ്റൽ സംഘടന ആയിട്ടുള്ള RSSനെ തൊട്ട് കളിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോ? വിശ്വഗുരു സമ്മതിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കർണാടകയിലെ ഗുരുക്കന്മാർ ഞങ്ങളൊന്ന് നോക്കട്ടെ, ഈ പറഞ്ഞ ഗുണ്ടന്മാരെ എങ്ങനെ നിലക്ക് നിർത്താം എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 1-2 മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ഒരു 1-2 മിനിറ്റിൻ്റെ വാർത്തകളായിട്ട് അതൊന്ന് തള്ളിപ്പോയി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങളിലും ഈ അന്തിക്കൂട്ട് ചർച്ചകളൊന്നും വന്നിട്ടില്ല, ഡിബേറ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് പകരം ഒരു പെൺകുട്ടി തട്ടിട്ട് സ്കൂളിൽ പോയത് നമ്മൾ ഭയങ്കരമായിട്ട് മലൻ TV-യിലും ചാനൽ 9-ലും 9 കേട്ടോ 9 18 ന്യൂസ് 18-ലൊക്കെ നമ്മൾ രൂക്ഷമായിട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഇസ്ലാം തീവ്രവാദത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. തട്ടയിട്ട കുട്ടി സ്കൂളിലോട്ട് വന്നത് ഇസ്ലാം തീവ്രവാദികളായിട്ടാണ്, തീവ്രവാദം പരത്താനാണ് എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഊന്നി പറയുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ RSSൻ്റെ ഈ ഒരു പയ്യൻ സ്വയം ജീവൻ ഒടുക്കിയത് RSS ഗുണ്ടകളെ കൊണ്ടാണ്, അതായത് ഗുണ്ടന്മാരെ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ എവിടെയും ചർച്ച ചെയ്യുന്നില്ല, ഒരു പത്രങ്ങളും ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ പോലീസ് വരെ സ്വാഭാവികമല്ലാത്ത മരണത്തിന് ഒരു ജസ്റ്റ് കേസ് എടുത്തങ്ങ് പോയിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുള്ള എന്നെന്ന് അവൻ ഷോർട്ട് ചെയ്തിട്ടില്ല, ആരാണെന്ന് തിരയാൻ നമ്മൾ പോയിട്ടില്ല. പിന്നെ RSS സംഘടന പച്ചക്ക് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഇവന്മാർ പല പല സ്ഥലങ്ങളിൽ പല പല പാർട്ടി പല പല പരിപാടി പല പല സംഭവം എന്നും പറഞ്ഞ് കുറുവടിയും വേറെ ശരീരത്തിലെ വടിയും കൊണ്ടിട്ടാണ് ഇവന്മാർ ഈ പറഞ്ഞ പരിപാടിക്ക് പോയിട്ട് കുറുവടി മാറ്റി വെച്ച് മറ്റേ വടി വെച്ചിട്ടുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഓൽക്കളികളാണ് അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശാഖയിൽ എന്നുള്ളത് പച്ചക്ക് ഒരുത്തൻ്റെ അവസ്ഥ, അവൻ്റെ മാനസികമായിട്ട് അവൻ വർഷങ്ങളായിട്ട് തളർന്നതിൻ്റെ അവസ്ഥ അവൻ പറഞ്ഞിട്ടും ആരും അതൊന്നും ചെവി കൊണ്ടിട്ടില്ല. പകരം അതിനെ ന്യായീകരിക്കില്ല, അതിനെ ക്രോസ് ചെയ്ത് കുറേ വേട്ടാവളിയന്മാർ ചെയ്തിടുന്നുണ്ട്. അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുക? ഒരു ആള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ വിചാരിച്ച് അവൻ ഒരു നിമിഷം കൊണ്ട് സൂയിസൈഡ് ചെയ്യില്ലേ? അവൻ 2-3 വട്ടം ഈ പറഞ്ഞ കത്ത് എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് എഡിറ്റ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ആ വേട്ടാവളിനെ അറിയായിട്ടായിരിക്കും ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പലതവണ ട്രൈ ചെയ്യും. പലതവണ അവർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം വരാണ്ടിരിക്കും ചില ആളുകൾക്ക്. പിന്നെ പെട്ടെന്ന് കിട്ടുന്നൊരു സമയത്താണ് അവർ ചെയ്യുക. ചില ആളുകൾ ഡയറക്റ്റ് പോയി ചെയ്യും. അപ്പം അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്കോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലോ തൻ്റെ കൂട്ടത്തിലോ ആരെങ്കിലും അങ്ങനെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ചെയ്യുമ്പം വളരെ ഈസിയാണ് വന്ന് ഇമ്മാതിരി ഒല്ലക്കമല വർത്താനം പറയാൻ എന്നുള്ളത് ചില സംഘപരിവാണ വേട്ടാവളിയന്മാർ അവന്മാരുടെ ചാനലിൽ വന്നിരുന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ ചില വളിയന്മാർ വന്ന് പറയുന്നത് അത് ശരി 4-ാം വയസ്സ് മുതൽ 19-ാമത്തെ വയസ്സ് വരെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് മിണ്ടാണ്ടിരുന്നോ എന്ന്. അത് സ്വന്തം വീട്ടിലെ മക്കളും മരുമക്കളോടൊക്കെ ചോദിച്ചു നോക്കും, മക്കൾക്കൊക്കെ ചെറുപ്പത്തിൽ പീഡനം കിട്ടിയിരുന്നോ, എന്നിട്ട് സുഖം ഉണ്ടായിരുന്നോ? വീട്ടിൽ അച്ഛൻ പീഡിപ്പിച്ചിരുന്നോ, അമ്മ മോളെ പീഡിപ്പിച്ചിരുന്നോ, മോൾ അമ്മനെ പീഡിപ്പിച്ചിരുന്നോ, അച്ഛൻ മോളെ പീഡിപ്പിച്ചിരുന്നോ എന്നൊക്കെ ഈ പറഞ്ഞ
മിത്രങ്ങളുടെ വീട്ടിലൊക്കെ ചോദിച്ചു നോക്ക്. ചിലപ്പോൾ അവർ വയസ്സൊക്കെ ഇപ്പം 20, 30, 40 ആയിട്ടുണ്ടാവും. പണ്ട് 4-ാം വയസ്സിൽ, 5-ാം വയസ്സിൽ, 6-ാം വയസ്സിലൊക്കെ ഇപ്പോഴത് മനസ്സിൽ ഒരു പേടി സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് പുറത്തോട്ട് പറയൽ വളരെ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പച്ചക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലെറ്റർ എഴുതി വെച്ച് ആനന്ദ് സ്വന്തം ജീവൻ എടുത്തത്. അതിൻ്റെ ബേസിക് സെൻസ് പോലും ഇല്ലാത്ത വേട്ടാവളിയന്മാർ പലതരത്തിലും പലതും വന്ന് കുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുണങ്ങ് കുണച്ചുകൊണ്ടിരുന്നോ? നിനക്കൊക്കെ കിട്ടാനുള്ളത് ഏതെങ്കിലും കാലത്ത് നിൻ്റെയൊക്കെ ബാക്കിൽ കൂടെ തന്നെ നിൻ്റെ മക്കളിട്ട് പണിയുമ്പം നീ പഠിക്കും. പണ്ട് ഞാൻ കുത്തിയ കുത്തിപ്പോൾ തിരിച്ചെനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. അതൊക്കെ വരാൻ പോകുന്നത്, ഇങ്ങനത്തെ ടീമിന് അതൊക്കെ കിട്ടാൻ പോകുന്നത്. ഇത്ര മോശമായിട്ട് പറയാൻ വരുന്നത് എന്തുകൊണ്ടറിയോ? ഒരുത്തൻ്റെ ജീവൻ ഇല്ലാണ്ടായിട്ടും അതിനെ ന്യായീകരിക്കുന്നില്ലേ, അവൻ്റെ ലെറ്റർ എടുത്തുകൊണ്ട് അതിലെ പോയിന്റുകൾ എടുത്തിട്ട് ഇതിങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ബേസിക് സെൻസ് പോലും ഇല്ലാത്ത പോയിന്റുകൾ മുന്നോട്ട് വെച്ച് സംഘികളെ പറ്റിച്ച് ചാണകം വായിൽ കുത്തിക്കയറ്റി കൂട്ടത്തിൽ അവൻ്റെയൊക്കെ കമ്പം കുത്തിക്കയറ്റുന്ന ഈ വൃത്തികെട്ട ജന്തുക്കളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇത്ര പച്ചക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ കർണാടക സർക്കാർ തീരുമാനം എടുത്ത പോലെ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കുറുവടിക്കാർ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ ഭരിക്കാത്തോടത്ത് ഈ വൃത്തികെട്ട പാർട്ടിനെ അങ്ങോട്ട് ബാൻ ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൊതുസ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഇമ്മാതിരി ഗുണ്ടന്മാർക്ക് കൊടുക്കാണ്ടിരിക്കുക. 2-3 വട്ടം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ പറഞ്ഞ 10-75 വർഷത്തിൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ബാൻ ചെയ്തിട്ടുള്ളൊരു തീവ്ര സംഘടനയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും വരാം. ഗാന്ധിജിനെ വരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂടി നിന്ന സംഘടന. എന്നിട്ടും ബാക്കി തീവ്രവാദി സംഘടനകളെ പറ്റി പറയുമ്പോൾ നമുക്ക് 100 നാക്കാം അല്ലേ? എന്താ അതിലൊക്കെ ഒരു മുസ്ലിങ്ങളാണല്ലോ ഇങ്ങനത്തെ ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ രാജ്യത്തിൽ ഭരിക്കുന്ന 45 ലക്ഷത്തോളം മെമ്പേഴ്സുള്ള ഏറ്റവും വലിയ ഭീകര സംഘടന, 2-3 പ്രാവശ്യം ഇന്ത്യയിൽ ബാൻ ചെയ്ത സംഘടന, കയ്യിൽ കിട്ടുന്ന പിള്ളേരെ വരെ ഗുണ്ടനടിക്കുന്ന സംഘടന ബാൻ ചെയ്യുന്നതാണ് കർണാടക സർക്കാർ എടുത്ത തീരുമാനം. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പറ്റുമെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും എടുക്കുക. അതല്ലാണ്ട് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ CJP സഖ്യം ഭയങ്കര പുഷ്ടിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് മടിക്കും എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് പറയാമെന്നല്ലാണ്ട് കണ്ടറിയാൻ എന്താ ഉണ്ടാവുക എന്നുള്ളത് അല്ലേ?